ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള എളുപ്പവഴി മറ്റൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിലൊക്കെ ചില പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകാറില്ലേ? അത് ചെയ്യാൻ പാടില്ലെന്ന് നമുക്കറിയാം. പക്ഷെ അത് ചെയ്യാനായിട്ടുള്ള ശക്തമായൊരു ഉൾപ്രേരണ നമ്മുടെ ഉള്ളിൽ വരും. ഉദാഹരണത്തിന്, മൊബൈൽ ഫോണിൽ വീഡിയോസ് കാണാൻ പാടില്ല എന്ന് ചിലവർക്കറിയാം. പക്ഷെ അത് കാണാനുള്ള സമ്മർദ്ദം, ചില വ്യക്തികളുമായിട്ടുള്ള തെറ്റായ സൗഹൃദം, അത് പാടില്ല എന്നറിയാം. പക്ഷേ ആ സൗഹൃദം തുടരാനുള്ള സമ്മർദ്ദം, മദ്യപിക്കുന്നത് തെറ്റാണെന്നറിയാം, എന്നിട്ടും മദ്യപിക്കാനുള്ളിൽ ചില സമയങ്ങളിലുണ്ടാകുന്ന സമ്മർദ്ദം. പലപ്പോഴും തീരുമാനിച്ചതാണ് ഇനി ഒരിക്കലും മദ്യപിക്കില്ലാണ്. പക്ഷേ ആ തീരുമാനങ്ങളെയൊക്കെ തകിടം മറിച്ചുകൊണ്ട് മദ്യപിക്കാനുള്ളൊരു സമ്മർദ്ദം ഉള്ളിലേക്ക് പൊങ്ങി വരുന്നു. കോപിക്കില്ല എന്ന് തീരുമാനിച്ചതാണ്, പക്ഷേ ആ തീരുമാനത്തെ അട്ടിമറിക്കും വിധം കോപമുള്ളിൽ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ദൈവനീതിക്ക് നിരക്കാത്ത, ചെയ്യാൻ പാടില്ലാത്ത തിന്മകൾ നമ്മുടെ മുൻപിൽ ചെയ്യാൻ വേണ്ടിയുള്ള സമ്മർദ്ദം നമ്മുടെ ജീവിതത്തിൽ ചൊലുത്തുമ്പോൾ ഉള്ളിൽ പറയണം, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. ആമേൻ. എനിക്കൊരു ദൈവശക്തി എൻ്റെ ഉള്ളിലുണ്ട്. ഞാനിത് ചെയ്താൽ എൻ്റെ ഉള്ളിലെ ആ ദൈവശക്തി നഷ്ടപ്പെട്ടു പോകും, എൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഞാനൊരിക്കലും ഇത് ചെയ്യുകയില്ല. അങ്ങനെ പറഞ്ഞ് എത്ര പാപങ്ങളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുമോ അത്രത്തോളം നിങ്ങളുടെ ആത്മീക ശക്തിയും ഭൗതികമായി ദൈവം നൽകുന്ന കൃപയും വർദ്ധിക്കും. നിങ്ങൾ എത്രത്തോളം പാപത്തിന് അടിമപ്പെടുമോ അത്രമാത്രം നിങ്ങളുടെ ജീവിതം ദുരിതത്തിലായി പോകും. നിങ്ങളുടെ മുൻപോട്ടുള്ള യാത്ര ദുരിതമാകും. നിങ്ങളുടെ ആത്മീക ജീവിതം പതനത്തിൽ വീണു പോകും. പ്രിയമുള്ളവരെ, മുൻപിൽ നിൽക്കുന്ന പാപത്തിൻ്റെ സമ്മർദ്ദത്തെ ധൈര്യത്തോടെ, എനിക്കാ സുഖം വേണ്ട, എനിക്കാ സന്തോഷം വേണ്ട എന്ന് പറഞ്ഞ് അതിജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ നിത്യമായ അണഞ്ഞു പോകാത്ത സന്തോഷം കർത്താവ് കൊടുക്കുക. അതുകൊണ്ടാണ് പട്ടണമായ സ്ത്രീയോട് പറഞ്ഞത്, നീ കൊടുത്ത വെള്ളം കുടിച്ചവർക്കെല്ലാം പിന്നെയും ദാഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിൻ്റെ അരികിലേക്ക് വന്നവർക്കൊക്കെ പിന്നെയും നിൻ്റെ അടുത്തോട്ട് വരാനുള്ളൊരു താല്പര്യം. എല്ലാവരും വന്നത് നിൻ്റെ അടുത്ത് ആനന്ദത്തിന് വേണ്ടിയാണ് വന്നത്. അവർക്ക് നിൻ്റെ അടുത്ത് വന്ന് ഉണ്ടായ ലൈംഗികാനന്ദമോ എന്തു തന്നെ ആയിക്കോട്ടെ, ആ ആനന്ദത്തിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടായില്ല. അവർ വന്നു പോയി, പിന്നെയും വരാനൊരു താല്പര്യം. പക്ഷെ അവരുടെ ജീവിതം ഇരുട്ടിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ തരുന്ന നന്മ, ഞാൻ തരുന്ന സന്തോഷം, ഞാൻ തരുന്ന ജലം, അത് കുടിച്ചു കഴിഞ്ഞാൽ നിനക്കൊരിക്കലും ദാഹിക്കുകയില്ല. കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് തരുന്ന സന്തോഷം അത് നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ദുഃഖം വരൂല. ദുഃഖകാരണമായ എന്തെങ്കിലുമൊക്കെ വന്നാൽ പോലും അതൊരു ദുഃഖമായി മാറുകയില്ല. ആ ആനന്ദം ഉള്ളിലുണ്ടായിരുന്നത് കൊണ്ടാണ് സാധു കൊച്ചുകുഞ്ഞുപദേശിക്ക് തൻ്റെ മകൻ്റെ ചേതനയറ്റ ശരീരത്തിൻ്റെ മുൻപിലിരുന്ന് ഇപ്രകാരം പാടാൻ കഴിഞ്ഞത്. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടി ഞാനെന്ന്. പിന്നെയും ആ പാട്ടിൻ്റെ വരികളിൽ ഉപദേശിച്ചിങ്ങനെ പാടി, ദോഷമായിട്ടൊന്നും എൻ്റെ നാഥനോട് ചെയ്യുകയില്ല, എന്നെ അവ അടിച്ചാലും എന്നെ അവൻ സ്നേഹിക്കുന്നുവെന്ന്. അതാണ് പ്രിയമുള്ളവരെ, കർത്താവ് തരുന്ന സന്തോഷം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നാം എത്ര വലിയ ദുഃഖകരമായ അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും അതൊന്നും ഒരു ദുഃഖമായി നമുക്ക് തോന്നുകയില്ലെന്നേ. അതുകൊണ്ട് ഈ ലോകത്തിലെ തിന്മകൾ, സമ്മർദ്ദം, പാപം, വഴിപിഴച്ച ജീവിതം, മൊബൈൽ ഫോൺ അഡിക്ഷൻസ്, ഡ്രഗ് അഡിക്ഷൻസ്, ഇതൊക്കെ നമുക്ക് തരുന്നത് താൽക്കാലിക സന്തോഷങ്ങളാണ്. ഈ സന്തോഷം നിലനിൽക്കുന്നതല്ല. അത് ആ നിമിഷ നേരങ്ങൾ കൊണ്ട് അസ്തമിച്ചു പോകും. അതിൻ്റെ പരിണിത ഫലം കഠിനമായ ദുഃഖവും ജീവിത തകർച്ചയും ഭാവിയുടെ തകർച്ചയുമാണ്. എന്നാൽ ഈ സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിച്ച് ജീവിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും തകരാത്തൊരു ജീവിതം, ഒരിക്കലും തോറ്റുപോകാത്തൊരു ജീവിതത്തെ തരുവാൻ, ഒരിക്കലും തോറ്റുപോകാത്ത നന്മകളെ സമ്മാനിപ്പാൻ, ഉയർച്ചകളെ സമ്മാനിപ്പാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടാതെ ദൈവത്തെ മാനിക്കുന്നവനാണ് ദൈവം. അത്തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവ പൈതലായി മാറാൻ നമുക്ക് കഴിയട്ടെ. ആമേൻ.